ഹലോ ഗൈസ്, ഞാനേ പണ്ടങ്ങ് ഫ്രാൻസിൽ പോയപ്പോഴേ അവിടെ നിന്ന് ഒരു കുപ്പി കിട്ടിയായിരുന്നേ. അപ്പോൾ അവിടുത്തെ ബാങ്കോക്കില്ല, ബാങ്കോക്ക് ഒരു പടംവരക്കാരൻ പുള്ളിക്കാരനൊക്കെ അടിച്ച് കിളിയായി നടന്നു വെച്ച സാധനമുണ്ട്. പുള്ളിയുടെ കുറേ പെയിന്റിങ്സ് ഒക്കെ ഉള്ള സാധനമുണ്ട്. സാധനം ഇതാണ് ആബ്സെന്റ്. 70% 70% പ്രൂഫ് ഹൈ പൊട്ടൻ്റ് ആയിട്ടുള്ള വിസ്കിയാണ്. സോറി, വിസ്കി അല്ല, ഡ്രിങ്ക് ആണ്. ഈ സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. I said I'm moving too far. Get to glass. Looking at a shooting star. Got more than a couple of people going mad. I swear they're rooting hard. Tell them I'd be big in the game like she went and got them breast implants. I said I'm moving too fast. Didn't even get a glance. I'm ready to eat up track like I'm seated in a restaurant. If you had swag like mine, you know it's best to flaunt. We aren't hating because you aren't shining like it's neon. Rock like kings of Leon. Shooting stars across the galaxy. I stand out, so don't be mad at me. Infiltrate, I'm with my strategy. When I turn up, then I just have to leave. Shooting stars across the galaxy. I stand out, so don't be mad at me. Infiltrate, I'm with my strategy. When I turn up, then I just have to leave. Yeah, shooting. അപ്പൊ ചിയേഴ്സ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ചിയേഴ്സ്. അപ്പോൾ ഈ ഡ്രിങ്കിന്റെ കുറച്ച് ഹിസ്റ്ററി നമുക്ക് സംസാരിച്ച് നോക്കാം. അപ്പോൾ ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഫെയറി എന്നാണ് ഫ്രഞ്ചിൽ ഈ സാധനം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വാങ്കോഗും അല്ലെങ്കിൽ അങ്ങനെ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇത് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇത് 18th സെഞ്ചുറിയിൽ സ്വിറ്റ്സർലാൻഡിലാണ് ഈ സാധനം ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര സീനായി, ഇത് ഹാലൂസിനേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സാധനം ബാൻഡായി. UK ബാൻഡായിരുന്നു, യൂറോപ്പിൽ കുറേ സ്ഥലങ്ങളിൽ ബാൻഡായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഡാർക്ക് സ്റ്റേജ് ഉണ്ടായിരുന്നു. എൻ്റെ ബേസിക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻ കമ്പനിക്കാർക്കൊരു പേടി വന്നു, ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ വൈനൊന്നും ചിലവാകില്ല, ഫുൾ പ്രശ്നമാവുന്നു. അപ്പോൾ തന്നെ ബുദ്ധിയുള്ള വൈൻ കമ്പനിക്കാർ എന്ത് ചെയ്തു, ഒരു ഡോക്ടറായിട്ടുള്ള ഒരു പുള്ളിനെ വിളിച്ചു. പുള്ളി എടുത്ത് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അടിച്ച് പരത്തണം. ഓക്കെ, പുള്ളി അപ്പോൾ തന്നെ ഇപ്പോഴത്തെ മൾട്ടിനാഷണൽസ് ചെയ്യുന്ന പോലെ തന്നെ സംഭവങ്ങളെല്ലാം റിസർച്ച് പേപ്പറായിട്ട് സാധനം ഇറക്കി. ഇത് ഹാലുസിനേഷൻ ഉണ്ടാക്കും, ക്യാൻസറസ് ആണ്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ഉണ്ടാക്കി ഇത് മീഡിയയിലേക്ക് പബ്ലിഷ് ചെയ്തു. ഇത് ഭയങ്കരമായിട്ട് ഇതായി. അങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഫുള്ളി ബാൻഡ് ആകുന്നത്. ഇത് കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് നമ്മുടെ 2000s ഒക്കെ എത്തിയപ്പോഴത്തേക്കും പിന്നെയും ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഡീബങ്കായി. അതായത് ഇതൊന്നും പ്രശ്നമില്ല, സാധാരണ ആൽക്കഹോൾ കഴിക്കണം, അതിൻ്റെ അത്രയും പ്രശ്നങ്ങൾ എല്ലാത്തിനും ഉണ്ട് ഇതിനും, ബട്ട് അതർ ദാൻ ദാറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഇങ്ങനെ അത് വരുന്നുണ്ടായി. അപ്പോൾ ഈ ഡ്രിങ്കിനകത്ത് യൂസ് ചെയ്യുന്ന ഹെർബ്സ് പല സാധനങ്ങളും പണ്ട് ഈജിപ്തിലും അങ്ങ് വളരെ പണ്ട് ഉള്ള സമയം തൊട്ടേ ഉള്ള ഇതാണ്. അപ്പം അതിൻ്റെ ഹെർബൽ മെഡിസിനൽ നീഡ്സും കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ പറയാറുള്ള സംഭവമാണ്. അപ്പം അങ്ങനത്തെ ഒരു ഡ്രിങ്കാണ് ഈ സാധനം. മിക്കവാറും ഇത് നമ്മളൊരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോക്ടെയിൽ ബാറിലൊക്കെ പോയി സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ജനറലി ഇതൊരു ഷുഗർ ക്യൂബിൻ്റെ മേളിൽ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് സാധനം ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിവിടെ മേക്ക് ഷിഫ്റ്റ് ആയിട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനുലേറ്റഡ് ഷുഗർ, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ എടുത്തിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഒഴിച്ചത്. അങ്ങനെ ചെയ്താലും മതി, ഓൾ സെയിം ഇത് തന്നെ കിട്ടും. ക്യൂബ് ആകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ കാണാനൊക്കെ രസമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി തന്നെ ഒരു സ്പൂൺ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു കോക്ടെയിൽ വീടിലുള്ള സാധനമാണ് ആബ്സെന്റ് സ്പൂൺ എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ആയിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബെഡാണ്. അപ്പം അതിൻ്റെ മേളിലാണ് ജനറലി ക്യൂബ് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഇത് പോർ ചെയ്യുന്നത്.
അപ്പോൾ അത് കാണാനുള്ള ഭംഗി മാത്രമല്ല അതിനകത്ത് കൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ പോറസ് ആയിട്ട് അത് താഴേക്ക് വരാനുള്ള രീതിയിലും കൂടെയാണ് അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഇടാൻ നോക്കാം. ഓക്കെ, ഈ ഡ്രിങ്ക് അപ്പോൾ നമ്മൾ 2 രീതിയിൽ കഴിക്കാൻ പറ്റും. 2 സ്റ്റൈൽസ് ഓഫ് ഇതാണ് ഈ വേൾഡിലുള്ളത്. അപ്പോൾ ഒന്ന് ബൊഹമീനിയൻ രീതിയും പിന്നെ ഒന്ന് ഫ്രഞ്ച് രീതിയാണ്. അപ്പോൾ ഫ്രഞ്ച് രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്, ക്യൂബൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ പരിപാടി. വേറെ ബൊഹമീനിയൻ വേ ആകുമ്പോഴത്തേക്ക് അവർ ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാറ്, ഐസ് ക്യൂബ്സ് അല്ല, ഷുഗർ ക്യൂബ്സ് ഉപയോഗിക്കാറില്ല, ഷുഗർ മോളിക്യൂൾസ് ഉപയോഗിക്കാറില്ല. അപ്പോൾ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വെച്ചാൽ നമ്മുടെ നോബൽ പ്രൈസ് വിന്നർ, പുള്ളിയുടെ പേരെന്താന്ന്, ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. പുള്ളി ആർട്ട് ലിറ്ററേച്ചറിലൊക്കെ ആണ് പുള്ളിക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഈ പുള്ളിയുടെയും ഒരു ഭയങ്കര ഫേവറേറ്റ് ഡ്രിങ്ക് ആയിരുന്നു. ആ കാലഘട്ടത്തിലെ എല്ലാ ആർട്ടിസ്റ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ മൊത്തം ഒരു ഫേവറേറ്റ് സാധനമാണ് ഈ സാധനം. അപ്പോൾ പുള്ളി ഉണ്ടാക്കിയൊരു ഡ്രിങ്ക് ഉണ്ട്, അതിൻ്റെ പേര് ഡെത്ത് ഇൻ ദ ആഫ്റ്റർനൂൺ എന്നാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഈ സാധനം എടുക്കുക, കുറച്ച് ഷാമ്പയിൻ ഒഴിക്കുക, പരിപാടി കഴിഞ്ഞു. ഇതെന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതിനകത്ത് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ രീതിയിലും ഇത് കൺസ്യൂം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതി അറിയിക്കുക. അതൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ആൽഗോരിതത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുള്ളൂ. അപ്പം സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഇറ്റ് റോങ് ആൻഡ് എക്സ്പ്ലോർ ദ വേൾഡ് ഓഫ് കോക്ടെയിൽസ് വിത്ത് MJ Mixology. ദിസ് മനു സൈനിങ് ഓഫ്. ഓക്കെ, ഇനി കുറച്ച് ബീറോൾ എടുത്തിട്ട് വരാം.